റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഉയരുന്ന പണപ്പെരുപ്പത്തിന്റെ പശ്ചാത്തലത്തിൽ പലിശ നിരക്കുകൾ കുറയില്ലെന്ന സൂചനകൾക്ക് പിന്നാലെ 3 പ്രധാന ബാങ്കുകൾ മോർഗേജ് നിരക്ക് ഉയർത്തിയതായി അറിയിക്കുന്നു. ഹാലിഫാക്സ്, സാറ്റന്റോർ, അക്കോർഡ് എന്നിവരാണ് പലിശ നിരക്ക് കൂട്ടിയത്. 0.13% വർധനവാണ് ഇവർ നടത്തിയിരിക്കുന്നത്. അതേസമയം ഉയർന്ന ഡിപ്പോസിറ്റ് ഉള്ളവരുടെ ഫിക്സഡ് റേറ്റ് കുറച്ച് നേഷൻ വൈഡിന്റെ നീക്കവും ഉണ്ടായിരുന്നു. 3-5 വർഷത്തേക്കുള്ള ഫിക്സഡ് റേറ്റ് മോർഗേജുകളാണ് കഴിഞ്ഞ ദിവസം മുതൽ കുറയുന്നത്. 0.12% കുറവാണ് വരിക. 3.9% നിരക്കിലാണ് നാഷൻ വൈഡിന്റെ പുതിയ പലിശ നിരക്ക്. പുതിയ പ്രോപ്പർട്ടികൾ വാങ്ങുന്നവർക്കും റീമോർഗേജിംഗിന് ശ്രമിക്കുന്നവർക്കും ആശ്വാസമായിരിക്കും ഇത് എന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നു. 40% ഡിപ്പോസിറ്റോടെ പ്രോപ്പർട്ടി വാങ്ങുന്ന ഒരാൾക്ക് 2-year ഫിക്സഡ് റേറ്റിൽ 3.9% പലിശ നിരക്ക് ലഭിക്കുന്നതാണ്. 1499 പൗണ്ടാണ് ഫീസായി നൽകേണ്ടി വരിക. 2 ലക്ഷം പൗണ്ടിന്റെ മോർഗേജ് 25 വർഷത്തിന്റെ കാലാവധിക്കാണെങ്കിൽ 1052 പൗണ്ടാണ് മാസം നൽകേണ്ടി വരിക. ഫീസ് ലോണിനൊപ്പം ചേർക്കുകയും ചെയ്യും. കുറഞ്ഞ ഡിപ്പോസിറ്റ് നൽകിയാണ് പ്രോപ്പർട്ടി വാങ്ങുന്നതെങ്കിൽ റേറ്റുകൾ ഉയർന്നതായിരിക്കും. തെരഞ്ഞെടുപ്പിലെ ജനരോഷം മനസ്സിലാക്കി തിരുത്തുമായി ലേബർ സർക്കാർ. വിന്റർ ഫ്യൂൽ പേയ്മെന്റുകൾ കുറച്ച നടപടി ജനങ്ങളുടെ വലിയ അതൃപ്തിക്ക് കാരണമായിരുന്നു. അതിലാണിപ്പോൾ തിരുത്തു വന്നത്. പ്രായമായവർക്ക് ഇനി കൂടുതൽ ബെനിഫിറ്റ് ഈ വിന്ററിൽ നൽകുമെന്ന് സർക്കാർ സൂചന നൽകി. എന്നാൽ ഇത് ജോലിയിൽ നിന്നും വിരമിച്ച എല്ലാവർക്കും ലഭിക്കുകയുമില്ല. ഈ മേഖലയിലെ അനിവാര്യമായ ചില മാറ്റങ്ങൾ വിന്റർ മാസങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കുമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ് അഭിപ്രായപ്പെട്ടു. ഈ ശൈത്യകാലത്ത് കൂടുതൽ ആളുകൾക്ക് വിന്റർ ഫ്യൂൽ പേയ്മെന്റുകൾ ലഭിക്കുന്നതാണ്. മുൻകാല വെട്ടിക്കുറവുകൾ ഭാഗികമായി പിൻവലിക്കാനുള്ള ലേബർ പാർട്ടിയുടെ പദ്ധതികളെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് റേച്ചൽ റീവ്സ് നിലപാട് അറിയിച്ചിരിക്കുന്നത്. അടുത്തയാഴ്ച നടക്കുന്ന അവലോകനത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകുമെന്നും റേച്ചൽ റീവ്സ് കൂട്ടിച്ചേർത്തു. കൂടുതൽ നികുതി വർധന ഉണ്ടാകുമെന്നും ചാൻസലർ പറഞ്ഞു. പൂർണ്ണമായി പിന്നോട്ട് പോയില്ലെങ്കിലും അർഹരായവർക്ക് സഹായം നൽകാൻ സർക്കാർ ശ്രമിക്കുമെന്ന് വ്യക്തമാക്കിയതോടെ കടുത്ത നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയെന്ന് വ്യക്തമാണ്. യുകെയിൽ പരക്കെ ഇമിഗ്രേഷൻ റെയ്ഡ് നടന്നു. ബോട്സ്വാനയിൽ നിന്നും 200 പേരെ നിയമവിരുദ്ധമായി യുകെയിൽ എത്തിച്ചെന്ന് സംശയിക്കപ്പെടുന്ന സംഘത്തിലെ പ്രധാനിയെ ബോർഡർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറ്റ്നാമിൽ നിന്നുമാണ് 37 വയസ്സായ ഇയാളെ പിടികൂടിയിരിക്കുന്നത്. മാഞ്ചസ്റ്ററിലും നോട്ടിംഗ്ഹാമിലും ഷെഫീൽഡിലും ബ്രാഡ്ഫോർഡിലുമൊക്കെ അറസ്റ്റുകൾ നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വ്യാജ വിവരങ്ങൾ നൽകി അഭയാർത്ഥി ആനുകൂല്യങ്ങൾ നേടാൻ ശ്രമിക്കുകയും കൃത്യമായ പരിശീലനങ്ങൾ നേടാതെ കെയർ ഹോമുകൾ ജോലി ചെയ്യുകയും ചെയ്തവരെ പിടികൂടിയതിന് പിന്നാലെയാണ് അവരെ സഹായിച്ച സംഘത്തിലെ പ്രധാനിയെയും അറസ്റ്റ് ചെയ്തത്. 33-നും 50-നും ഇടയിൽ പ്രായമുള്ള 3 പുരുഷന്മാരെയും ഒരു സ്ത്രീയെയും മാഞ്ചസ്റ്റർ, നോട്ടിംഗ്ഹാം, ഷെഫീൽഡ്, ബ്രാഡ്ഫോർഡ് എന്നിവിടങ്ങളിൽ നിന്നും ബോർഡർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോകത്തെ കുട്ടികൾക്കിടയിൽ ഏറ്റവും ബുദ്ധിയുള്ളവരെ കണ്ടെത്തുന്നതിൽ ആധികാരികമായി നടത്തപ്പെടുന്ന പരീക്ഷയാണ് മെൻസ. ഐൻസ്റ്റീന്റെ തുല്യമായ IQ കണ്ടെത്തുക എന്തായിരുന്നു ഈ പരീക്ഷയുടെ ലക്ഷ്യമെങ്കിലും ഇപ്പോൾ അതിനേക്കാൾ ഉയർന്ന സ്കോർ നേടുന്നവരുടെ എണ്ണം കൂടുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷമായി 100 കണക്കിന് മലയാളി കുട്ടികളാണ് യുകെയിൽ മെൻസ പരീക്ഷ എഴുതുന്നത്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മെൻസ തയ്യാറെടുപ്പുകൾ സഹായിക്കുമെന്നതിനാലാണ് സ്കൂൾ അധികൃതരും മറ്റും മെൻസ ടെസ്റ്റിന് ശുപാർശ ചെയ്യുന്നത്. ഇങ്ങനെ മെൻസ എഴുതിയ ഒട്ടേറെ മലയാളി കുട്ടികൾ വലിയ വിജയം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ മെൻസ സ്കോർ നേടി കഴിഞ്ഞ വർഷം വാർത്തകൾ ഇടം നേടിയ സട്ടനിലെ ധ്രുവ് പ്രവീൺ ഈ നേട്ടത്തിന്റെ പിൻബലത്തിൽ ബ്രിട്ടീഷ് മലയാളി യങ് ടാലന്റ് എന്ന പ്രതിഭാ പുരസ്കാര പട്ടികയിൽ വായനക്കാരുടെ വോട്ട് തേടുകയാണ്. ലോകത്താകെ മെൻസയുടെ കടമ്പ കടന്നിട്ടുള്ളവർ 1.5 ലക്ഷം മാത്രം ആണെന്നറിയുമ്പോൾ ഈ ബുദ്ധിക്ഷമത പരീക്ഷയുടെ കാഠിന്യം ബോധ്യമാകും. മെൻസയിൽ പങ്കെടുക്കുന്നവരുടെ പ്രായത്തേക്കാൾ അവർ ആർജിച്ച അറിവുകളും ബുദ്ധിക്ഷമതയും കണ്ടെത്തി അവർക്കായി പ്രത്യേക ഇടമൊരുക്കി ഭാവിയിലെ ബുദ്ധിസ്റ്റുകളെ കണ്ടെത്തുക എന്താണ് മെൻസ സൊസൈറ്റിയുടെ പ്രധാന ഉദ്ദേശം. ഈ പരീക്ഷയിലുള്ളവർക്ക് പരമാവധി നേടാനാവുക 162 IQ സ്കോർ മാത്രമാണ്. ഇനി നാട്ടിലെ വാർത്തകൾ. കേരള ഭാഗ്യക്കുറിയുടെ സമ്മാനഘടന വീണ്ടും പരിഷ്കരിച്ചു. 50 രൂപയുടെ സമ്മാനം ഒഴിവാക്കി 2000, 200 രൂപയുടെ സമ്മാനം ഉൾപ്പെടുത്തി. പരിഷ്കരിച്ച ലോട്ടറിയുടെ ആദ്യ നറുക്കെടുപ്പ് 11-ാം തീയതി നടക്കും. ടിക്കറ്റ് വില 50 രൂപയും ഒന്നാം സമ്മാനം 1 കോടി രൂപയുമാക്കി ഒരു മാസം മുൻപായിരുന്നു സമ്മാനഘടന പരിഷ്കരിച്ചിരുന്നത്. ഇതിൽ 50 രൂപയുടെ സമ്മാനത്തോട് ഏജന്റുമാരും ടിക്കറ്റ് എടുക്കുന്നവരും അത്ര താൽപര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. ടിക്കറ്റ് വില 40 രൂപയായിരുന്നപ്പോൾ പ്രതിദിനം 1.08 കോടി അച്ചടിച്ചിരുന്നിടത്ത് 96 ലക്ഷമാക്കിയിട്ടും ടിക്കറ്റുകൾ ബാക്കിയായി. ഈ സാഹചര്യമാണ് വീണ്ടും സമ്മാനഘടന പരിഷ്കരിക്കാൻ ലോട്ടറി വകുപ്പിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. കുമ്പളയിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ 2023 മുതൽക്കുള്ള നിയമലംഘനങ്ങൾക്ക് പിഴയടയ്ക്കാൻ നിർദ്ദേശിച്ച് 100 കണക്കിന് വാഹന ഉടമകൾക്ക് നോട്ടീസ് നൽകിയ സംഭവത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇടപെട്ടു. സംഭവത്തിൽ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മന്ത്രി ഗതാഗത കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. കുമ്പള ബദിയടുക്ക റോഡിൽ സ്ഥാപിച്ച ക്യാമറയാണ് വാഹന ഉടമകൾക്ക് പണി നൽകിയിരിക്കുന്നത്. ക്യാമറ കേടുവന്നതായി കരുതി ഗതാഗത നിയമം ലംഘിച്ച് തലങ്ങും വിലങ്ങും പാഞ്ഞവർക്ക് ലക്ഷങ്ങളുടെ പിഴ നോട്ടീസാണ് കഴിഞ്ഞ 2 ആഴ്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകം 500ഓളം പേർക്ക് നോട്ടീസ് ലഭിച്ചതായാണ് കണക്ക്. ഇതിൽ 2 ലക്ഷത്തോളം രൂപ പിഴ അടയ്ക്കേണ്ട വാഹന ഉടമകളുമുണ്ട്. ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴ നോട്ടീസ് 15 ദിവസത്തിനകം തന്നെ നൽകണമെന്ന ചട്ടം മറികടന്നാണ് ഗതാഗത വകുപ്പ് വാഹന ഉടമകൾക്ക് നോട്ടീസ് നൽകിയതെന്നാണ് പരാതി. ഇതിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ കൂട്ടായ്മ ഉണ്ടാക്കി ശക്തമായ പ്രതിഷേധം നടത്തിവരികയാണ് നോട്ടീസ് ലഭിച്ചവർ. ഈ കൂട്ടായ്മ കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് മന്ത്രിയുടെ ഇടപെടലും.
ബക്രീദ് പ്രമാണിച്ച് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾക്കടക്കം അവധി ബാധകമാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു എന്നിവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അവധി അറിയിച്ചത്. ബക്രീദ് പ്രമാണിച്ച് വെള്ളിയും ശനിയും ഹൈക്കോടതിക്കും അവധിയായിരിക്കും. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളുള്ള എല്ലാ സ്കൂളുകൾക്കും അവധി ആയിരിക്കുമെന്ന് അറിയിക്കുന്നതായും ITIകൾക്കും അവധിയായിരിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ബക്രീദ് പ്രമാണിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദുവും ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. ബക്രീദ് ദിനമായ ശനിയാഴ്ച നേരത്തെ തന്നെ പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. വ്യാഴാഴ്ച MHP അരീനയിൽ നടന്ന യുവേഫ നേഷൻസ് ലീഗ് സെമി ഫൈനലിൽ ഫ്രാൻസിനെ 5-4 തകർത്ത് സ്പെയിൻ തുടർച്ചയായ 3-ാം തവണയും ഫൈനൽ പ്രവേശിച്ചു. മത്സരത്തിലെ താരം 17 വയസ്സുകാരനായ ലാമിൻ യമാലായിരുന്നു. 2 ഗോളുകൾ നേടുകയും 1 ഗോളിന് വഴിയൊരുക്കുകയും ചെയ്ത ഈ യുവതാരം യൂറോപ്യൻ ചാമ്പ്യന്മാരെ വിജയത്തിലേക്ക് നയിച്ചു. മത്സരം ആരംഭിച്ച് 25 മിനിറ്റിനുള്ളിൽ നിക്കോ വില്യംസ്, മിക്കൽ മെറിനോ എന്നിവരുടെ ഗോളുകളിലൂടെ സ്പെയിൻ 2-0 മുന്നിലെത്തി. ഇടവേളയ്ക്ക് ശേഷം യമാൽ ഒരു പെനാൽറ്റി അനായാസം വലയിലെത്തിക്കുകയും നിമിഷങ്ങൾക്കകം പെഡ്രിക് ഗോളടിക്കാൻ അവസരം ഒരുക്കുകയും ചെയ്തതോടെ സ്പെയിൻ 4ാമത്തെ ഗോളും കരസ്ഥമാക്കി. ഫ്രാൻസ് ഞെട്ടിപ്പോയെങ്കിലും 1 മണിക്കൂർ തികയുന്നതിന് തൊട്ടുമുൻപ് കിലിയൻ എംബാപ്പെ പെനാൽറ്റിയിലൂടെ 1 ഗോൾ മടക്കി. 67ാം മിനിറ്റിൽ യമാൽ തന്റെ 2ാം ഗോളും സ്പെയിനിന്റെ 5ാമത്തെ ഗോളും നേടിയതോടെ സ്പെയിൻ 5-1 മുന്നിലെത്തി. 116.63 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.